ഡൽഹിയിൽ നമ്മൾ രാവിലെ തന്നെ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ നമ്മളോട് ഓട്ടോറിക്ഷയ്ക്ക് വില പേശും. അങ്ങനെ ഒന്നും നോക്കാതെ നമ്മൾ നല്ലൊരു ചായയും കുടിച്ച് അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഡൽഹിയിൽ വന്നാൽ പിന്നെ എന്തായാലും നമ്മൾ ആദ്യം പോയാൽ നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ അടുത്ത് കാണും. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മർക്കസ് എന്ന് പറയുന്നത്. എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ രാവിലെ തന്നെ നമ്മൾ കാണുന്നത് രാവിലെ തന്നെ നല്ല പലഹാരം ഉണ്ടാക്കണം. നമ്മൾ പിന്നെ അത് കണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ പിന്നെ നേരെ കയറുന്നത് പൂരിയും അതേപോലെ നല്ല ബീഫിൻ്റെ കീമ അതും തിന്ന് നമ്മളവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തു കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ കടകളാണ്. രാവിലെ തന്നെ കടകളൊക്കെ ഇങ്ങനെ ഓണായി വരുന്നുള്ളൂ. എന്തായാലും കാണുന്ന ആളുകളൊക്കെ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മളെ കാലിനുള്ള ചെരുപ്പ് അതവിടെ വെച്ചാൽ അവർക്ക് ഒരു 10 രൂപ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവസാനം ഒരാളെ കണ്ട് അയാളെടുത്ത് നമ്മൾ ചെരുപ്പ് ഏൽപ്പിച്ച് നമ്മളവിടെ നിന്ന് പോകുന്നത്. പിന്നെയും പോകുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ഓല് തന്നെ പോകും വാങ്ങിയിട്ട് അത് നമ്മൾ മസാറിൽ കൊണ്ടിടാനാണ് പോകുന്നത് നമ്മളെ വിളിച്ചത്. അങ്ങനെ നമ്മൾ ദർഗയുടെ അടുത്തേക്ക് എത്താം. നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ അവിടെ കുറേ നമുക്ക് മക്കബറുകൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ കയറി ചെന്നത് നിസാമുദ്ദീൻ തങ്ങളുടെ ശിഷ്യനും അതേപോലെ തന്നെ സൂഫി കവിയുമായിരുന്ന അമീർ ഖുസ്രുവിൻ്റെ മക്കബറയിലേക്കാണ്. സത്യം പറഞ്ഞാൽ വടക്കെ വന്നാൽ നമുക്ക് നല്ല കവാലി മറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരു കുട്ടി ഇങ്ങനെ നിസാമുദ്ദീൻ തങ്ങളുടെ ദർഗയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കവാലി ഉണ്ട്. നല്ല ആസ്വദിച്ച് നമുക്ക് ലയിച്ച് ചേരാൻ പറ്റിയൊരു സമയമായിരുന്നു. അങ്ങനെ നമ്മളവിടെ തൊട്ടടുത്തുള്ള വളരെ പഴക്കമുള്ള പള്ളിയൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ നിസാമുദ്ദീൻ തങ്ങളുടെ ദർഗയിൽ ചെന്ന് നമ്മൾ അവിടുന്ന് ദുആയൊക്കെ ചെയ്ത് നേരെ പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു അനുഭൂതിയായിട്ട് അവിടെ നിന്ന് കിട്ടിയത്. ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഒരു 20 രൂപ കൊടുത്താൽ നമുക്ക് നേരെ ദർഗയിലെത്താൻ പറ്റും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.